നമസ്കാരം. ഷിബിഡീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പരീക്ഷയാണ് തൊട്ടടുത്ത് വരുന്നത്. 10ാം ക്ലാസ്സിലെ എല്ലാ അടിസ്ഥാന പാഠാവലി പാഠങ്ങളുടെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കൂടാതെ ഒരു റിവിഷൻ വീഡിയോ, ക്വിക്ക് റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ചില ചോദ്യ പേപ്പറുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ആകെ സ്കോർ 40 സമയം 1.5 മണിക്കൂറാണ്. ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതമാണ്. നക്ഷത്ര നിബിഡം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏത്? അതിന്റെ ആൻസർ നക്ഷത്രങ്ങളാൽ നിബിഡം എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദച്ചേരുവ ഏത്? ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ശരിയായ പദച്ചേരുവ എന്നും ചോദിക്കും, ശരിയല്ലാത്ത പദച്ചേരുവ ഏതാണെന്നും ചോദിക്കും. ഇതിനകത്ത് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അക്കരപ്പച്ച എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ അക്കര അധികം പച്ച എന്നാണ് വരേണ്ടത്. ഇവിടെ ഇപ്പ ആയതുകൊണ്ട് ഇത് ശരിയല്ല. തിണ്ണയിലുള്ളവർ പിരിച്ചെഴുതുമ്പോൾ തിണ്ണയിൽ അധികമുള്ളവർ, ഇതാണ് ശരിയായ ഉത്തരം. പഴമയിൽ ഇഴയുന്നവർ പിരിച്ചെഴുതുമ്പോൾ പഴമയിൽ അധികം ഇഴയുന്നവർ എന്നാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ഇത് ശരിയല്ല. ഓമൽ കവിള് പിരിച്ചെഴുതുമ്പോൾ ഓമൽ പ്ലസ് കവിള്, ഇവിടെ ഇക്കയല്ല കായാണ് വരേണ്ടത്. അതുകൊണ്ട് ഇതും ശരിയല്ല. 3ാമത്തെ ചോദ്യം എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. ഈ വരികൾ തെളിയുന്നതെന്ത്? ഇതാരാണ് ചോദിക്കുന്നത്? അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ അമ്മയാണ്. അമ്മയെക്കുറിച്ചാണ് കവി ഇതിങ്ങനെ പറയുന്നത്. മകൻ കാറിലെടുത്ത് കയറ്റിയപ്പോൾ എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല. അപ്പോൾ ഈ വരികൾ തെളിയുന്നത് മകനിലുള്ള വിശ്വാസമാണ്. ബാക്കി ആൻസേഴ്സ് ഒന്നും കറക്റ്റ് അല്ല. അബോധാവസ്ഥയല്ല, സ്ഥലത്തെക്കുറിച്ചുള്ള അജ്ഞതയല്ല, മകനോടുള്ള ഭയമില്ല, ഭയമൊന്നുമില്ല. മകനിലുള്ള വിശ്വാസം കൊണ്ടാണ് അമ്മ ആ യാത്രയ്ക്ക് മുതിരുന്നത്. ചാക്കോര് മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നത്. അടിവര ഇട്ട പ്രയോഗം നൽകുന്ന സൂചന എന്ത്? അത് അയാളുടെ കച്ചവട ബുദ്ധി ആണ് സൂചിപ്പിക്കുന്നത്. പാരമ്പര്യം എന്ന ഉത്തരമായിരിക്കും അതിന് കൂടുതൽ യോജിക്കുന്നത്. കാരണം ചാക്കോര് മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാന്ന് പറയുമ്പോൾ അത് അവരുടെ പാരമ്പര്യത്തെയാണ്. ഇത് ഈ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. 4ാമത്തെ ചോദ്യം ചാക്കോര് മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നത്. അടിവരയിട്ട പ്രയോഗം നൽകുന്ന സൂചന എന്ത് തന്നെയാണ്? പാരമ്പര്യം തന്നെയാണ്. കാരണം അയാളുടെ ജന്മനാൽ അയാൾക്കുണ്ടായിരുന്ന, അയാളുടെ ചോരയിലുണ്ടായിരുന്നതാണ് ഈ സ്വർണം തിരിച്ചറിയുന്ന രീതി. അത് പാരമ്പര്യമാണ് ഉത്തരം. 5ാമത്തെ ചോദ്യം പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ അഭിലഷിക്കുക. ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ്. ഇത് പറഞ്ഞതാരാണ്? ജഫേഴ്സൺ. അപ്പോൾ ആ പത്രനീതി എന്ന പാഠത്തിൽ ഇങ്ങനെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ അതിന് ഈ അഭിപ്രായത്തിന്റെ പൊരുൾ എന്താണ്? പത്രങ്ങളുടെ സാന്നിധ്യം ആരെ രക്ഷിക്കുന്നു? സമൂഹത്തെ രക്ഷിക്കുന്നു. അപ്പൊ ഭരണമില്ലെങ്കിലും എന്ത് വേണം? പത്രം വേണം എന്നാണ് ഇവിടെ ലേഖകൻ, ഇവിടെ ഈ പറഞ്ഞ ജഫേഴ്സൺ ഉദ്ദേശിക്കുന്നത്. 2 മാർക്ക് ചോദ്യങ്ങളാണ് അടുത്ത് വരുന്നത്. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 ഇതിന്റെ സ്കോർ. അതുകൊണ്ട് മാക്സിമം 3 സെന്റൻസിൽ ഉത്തരം എഴുതിയാൽ മതി. അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായി. 2ാമത്തെ സെന്റൻസ് അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു എന്ന് മതി. 7ാമത്തെ ചോദ്യം പെറ്റ് കിടക്കും തെരുവുപട്ടിക്ക് എന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. അപ്പൊ ഇതിൽ തെളിയുന്ന സാമൂഹ്യ വിമർശനം എന്താണ്? മൃഗങ്ങൾ പോലും അവരുടെ മക്കളെ സംരക്ഷിക്കാനായി ഊറ്റം കാണിക്കുമ്പോൾ മനുഷ്യരാണ് എന്ത് ചെയ്യുന്നത്? അമ്മയെ ഉപേക്ഷിക്കാനായി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. മൃഗങ്ങളുടെ അത്ര പോലും സ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നുള്ളതാണ് ഈ വരികളുടെ വിമർശനം. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ, കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നത്. ഇത് അമ്മയുടെ എഴുത്തുകൾ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ എന്ന് ഭാര്യ പറയുന്നു. ഭാര്യ കുലീനയാണ് എന്നാണ് പറയുന്നത്. നല്ല കുലത്തിൽ പിറന്നവളായതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ അഭിപ്രായങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആള് എന്നൊന്നും കൂടെ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിത ഉത്തരം എഴുതുക. അപ്പൊ ഇങ്ങനെ 4 സ്കോർ എഴുതുമ്പോൾ, 4 സ്കോറിനുള്ള ആൻസേഴ്സ് എഴുതുമ്പോൾ 3 സെന്റൻസിൽ ഇൻട്രഡക്ഷൻ എഴുതാൻ ശ്രദ്ധിക്കുക. ഇൻട്രോ വേണം, പക്ഷെ അത് 3 സെന്റൻസിൽ മതി. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു. അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിന്റെ ചിരബന്ധുവിന്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. കൊച്ചു ചക്കരച്ച് മാവിൽ ആരോപിക്കപ്പെടുന്ന മനുഷ്യഭാവം ഇത് പഠിക്കണം. അയൽപ്പക്കത്ത് അത്താഴ പഠനക്കാരൻ പാർത്തല സ്വൈരക്കേടാണെന്ന് അവൻ അറിയാം. അപ്പൊ മാർക്കോസിനോടുള്ള മത്തായിയുടെ സമീപനം അത് പഠിക്കുക. മാർക്കോസിന്റെ മത്തായിയുടെയും കഥാപാത്ര നിരൂപണം പഠിക്കണം. നമ്മൾ ഓർത്താലേ ഇല്ലെങ്കിലും കാവലായി നമ്മുടെ പിൻപേ പറക്കുന്ന കുളിർമയാണ് അമ്മ. രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളം. അപ്പൊ ഇവിടെ അമ്മ ആ കവിതയിലെ മാതൃഭാഷയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള ബന്ധം, അമ്മയും ഇന്നത്തെ തലമുറയുള്ള ബന്ധം, ഇത് രണ്ടും വിശദീകരിക്കണം. അപ്പൊ അമ്മ തൊട്ടിൽ എങ്ങനെ കൊണ്ടിറക്കേണ്ടു
എന്ന് ആലോചിച്ച് നടക്കുകയാണ് അമ്മത്തൊട്ടിലെ മകൻ. എന്നാൽ ഓരോ വിളിയും കാത്തിലും വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ മകന് നന്നേ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പാഠങ്ങളും ഒന്ന് താരതമ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ ആൻസേഴ്സ് പഠിച്ചു വെക്കണം. അടുത്ത 13ാമത്തെ ചോദ്യം. പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമാണെന്ന് വിചാരത്തിൽ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. നെപ്പോളിയൻ പറഞ്ഞു ഇത് ബയണറ്റിനേക്കാൾ പേടിക്കുന്ന പത്രത്തെയാണ്. അപ്പം പത്രനീതി എന്ന പാഠഭാഗത്തിൽ നിന്ന് മാധ്യമ ധർമ്മത്തെക്കുറിച്ച് ഉള്ള ആശയങ്ങൾ ഈ 2 ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എഴുതാം. അല്ലാതെ തന്നെ നമുക്ക് പുതിയ ആശയങ്ങൾ എഴുതുകയും ചെയ്യാം. തന്നിരിക്കുന്ന വരികളിലെ കാവ്യഭംഗി. അപ്പോൾ ഇത് വളരെ വളരെ പ്രശസ്തമായ വരികളാണ്. ഓണമുറ്റത്തെ തിരികൾ തെറുത്ത് കൊളുത്താനായി മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ പോലെ ഇരിക്കുന്ന നറുമുക്കുറ്റി പൂക്കളെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ പൂവിൻ്റെ നിറം രൂപമൊക്കെ ഇതുമായിട്ട് ദീപക്കുറ്റികളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 സ്കോർ വീതം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരണം? ഏതാണ്ട് 1.5 പേജോളം എഴുതാം. ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനും എഴുതാം. ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ചാണ് ഒരു പുറം എന്നുള്ളത് 1.5 പേജായി മാറുന്നത്. പല മത സാരവും ഏകം. ഗുരു ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തിയവരെ സ്വാതന്ത്ര്യ ബോധമുള്ളവരാക്കി. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും ലേഖകന്റെ നിരീക്ഷണങ്ങളും വിശകലനം ചെയ്ത് ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം. അപ്പോൾ ഇവിടെ ആലോചിക്കണം, ഇതൊരു പ്രസംഗമാണ്. ലഘു പ്രഭാഷണം പ്രസംഗത്തിന്റെ ഫോർമാറ്റിൽ. മാനേജേഴ്സിന് നമസ്കാരം. എനിക്ക് ഇന്നിവിടെ പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന് പറഞ്ഞിട്ട് വേണം ആൻസർ എഴുതി തുടങ്ങാൻ. തീരുമ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്നുകൂടെ എഴുതണം. നെല്ലില്ല പിശാചുക്കൾ. അപ്പന് ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം. അത് മാത്രമാണ് അവൻ്റെ ആഗ്രഹം. രാവിലെ കഞ്ഞിയിലെ ഭാഗം. അപ്പോൾ ഈ പാഠസന്ദർഭങ്ങളും കർഷകരുടെ ഇന്നത്തെ ജീവിതാവസ്ഥയെ വിലയിരുത്തി കർഷകർ സമൂഹവും. ഇപ്പോൾ എഡിറ്റോറിയൽ മുഖപ്രസംഗം എഴുതുമ്പോൾ 3 പാരഗ്രാഫ് വേണം. അതുപോലെ ഹെഡിങ് വേണം. അപ്പോൾ ഈ ഹെഡിങ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കർഷകർ സമൂഹം എന്ന ഹെഡിങ് തന്നെ ഉപയോഗിക്കാം. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴും എല്ലാം അയാൾ അജ്ഞാതമായ പാട്ടിന് വേണ്ടി കാതോർത്തു. എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മൂപ്പരെ എന്ന് പറയുന്ന ചാക്കുണ്ണി എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇതിലെ പറഞ്ഞ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ SLCയുടെ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യമാണ്. 1 മുതൽ. അപ്പോൾ ഇതിലെ അറിയാലോ ടൈം 1.5 മണിക്കൂർ, ടോട്ടൽ സ്കോർ 40. പൊതുനിർദ്ദേശങ്ങൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താൻ ഈ സമയം ഉപയോഗിക്കേണ്ടതാണ്. ചോദ്യങ്ങൾ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് ഉത്തരം എഴുതണം. ഉത്തരം എഴുതുമ്പോൾ സ്കോറും സമയവും നമ്മൾ പരിഗണിക്കണം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 ഉത്തരം എഴുതുക. ഇതിനെല്ലാം ഓരോ മിനിറ്റ് മാത്രമേ എടുക്കാവൂ. അപ്പോഴേക്കും നമ്മുടെ സമയം 4 മിനിറ്റ് കൊണ്ട് ആൻസേഴ്സ് എഴുതണം. അതിനിപ്പോൾ കൂൾ ഓഫ് ടൈമിൽ ആൻസർ കണ്ടെത്തണം. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ. അമ്മത്തൊട്ടിൽ. ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ ആരാണ്? അമ്മയാണത് അടച്ചു തുറന്നത്. വരികൾ നൽകുന്ന സൂചന അമ്മ അങ്ങേയറ്റം അവശയാണ് എന്നുള്ളതാണ്. ചുവടെ ചേർത്തെത്തിയ പദങ്ങളിൽ ശരിയായത് ഏത്? പതുക്കെ പതുക്കെ, പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടെ ചേർത്തെഴുതിയ രൂപം ഇപ്പയാണ് വരേണ്ടത്. അപ്പോൾ ഇത് ശരിയല്ല. കന്നിപ്പാടം ചേർത്തെഴുതുമ്പോൾ ഇപ്പയാവും. ഇതും ശരിയല്ല. വീട് വീട് ആവുന്നില്ല. ഇതാണ് ശരി. വീടാവുന്നില്ല എന്നുള്ളത് ചേർത്തെഴുതിയ ശരിയായ രൂപം. ഏത് അവസ്ഥ എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ ഏതവസ്ഥ എന്ന് വരണമായിരുന്നു. ഈ ഒരു ദീർഘത്തിന്റെ ആവശ്യമില്ല. അപ്പം അതും ശരിയല്ല. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ. ഇവിടെ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? കവിയെയാണ് പഴയ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മത്തായിയുടെ വീട് വലുതായി, അവന് പണമായി. മാർക്കോസിനെ കുറിച്ച് നിന്നയും. അവർ അടുത്ത് താമസിച്ചിട്ടും തീരെ അകന്നുപോയി. അടിവരയിട്ട പ്രയോഗത്തിന്റെ ഉചിതമായ ആശയം. അപ്പോൾ അവർക്കിടയിൽ അടുത്തടുത്താണ് വീടുകൾ. ആരുടെ വീടുകൾ? മത്തായിയുടെയും മാർക്കോസിന്റെയും. പക്ഷേ അവരുടെ ഇടയിൽ പരസ്പര സ്നേഹം ഇല്ലാതായി. എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധന്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഏത് വൃദ്ധനാണിത്? 2 ഇടങ്ങഴി എന്ന പാഠത്തിലെ കോരന്റെ അപ്പനാണ്. വെളുത്ത. പ്രയത്നത്തിന്റെ ഫലം എന്നാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഇനി 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 2 വാക്യങ്ങളിൽ മാത്രം ഉത്തരം എഴുതുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, 2 വാക്യങ്ങളിൽ മാത്രം. വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിന് മകന് നന്നേ വിഷമമുണ്ടായിരുന്നു. ഓരോ വിളിയും കാത്ത്. വിളിക്കാനും ആരുമില്ലാത്ത വീട്. അച്ഛന്റെ ഓരോ വിളികൾക്ക് മുന്നിലാണ് ഓടിക്കൊണ്ടിരുന്ന മകൻ. അച്ഛന്റെ മരണത്തിൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്നു, അമ്മ ഏകാന്തതയിലായി പോകുന്നു എന്നൊക്കെയുള്ള അർത്ഥസൂചനകളാണ് കണ്ടെത്തേണ്ടത്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കുക എന്നുള്ളതാണ്. കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നു എന്നിവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. അടുത്ത വാക്യമായിട്ട് രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു. അങ്ങനെ 2 വാക്യമായി. എത്ര കൗതൂഹലം, നോക്കിയാൽ മിണ്ടുമി ചിത്രലേഖത്തിന്റെ താളുകൾ. അമ്മയുടെ എഴുത്തുകളിലെ അമ്മയുടെ എഴുത്തുകളുടെ സവിശേഷതകൾ. എത്ര കൗതുകമാണ് ഈ കത്തുകൾ. അമ്മയുടെ മനസ്സിന്റെ മുദ്രയാണ് ഈ കത്തുകൾ. മനസ്സിന്റെ മുദ്രയാണ് കത്തുകൾ. അതാണ് ഇതിന്റെ 1ാമത്തെ സവിശേഷത.
മറ്റൊന്ന് അമ്മയുടെ സ്നേഹത്തിൻ്റെ മുദ്രയാണ്. അമ്മയുടെ സ്നേഹമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഈ കത്തുകളിൽ, മകൻ്റെ കത്തുകളിൽ കാണുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു സവിശേഷത. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. അരപ്പുറം വീതം. അരപ്പുറം എഴുതുമ്പോൾ ചിലപ്പോൾ 3/4 പേജ് ആവും, ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച്. അപ്പോൾ അത് 2 പാരഗ്രാഫായിട്ട് എഴുതാം. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫ് 3 സെൻറ്റൻസ് കൊണ്ട് ഇൻട്രൊഡക്ഷൻ നടത്തണം. മാവേലി മന്നനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കേരളീയ പ്രകൃതിയുടെ ഭംഗി എന്താണ്? ഇവിടെ പുൽക്കുഴിയെടുത്ത് നിൽക്കുന്ന നെയ്യാമ്പലുകൾ, അങ്ങനെയുള്ള ആ സൗന്ദര്യം ഇവിടെ നമ്മൾ അതിൻ്റെ വിശകലനം ചെയ്ത് എഴുതുക. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു. കൊച്ചു ചക്കരച്ചിയുടെ മാനുഷിക ഭാവം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. ചില പത്രങ്ങൾ വായിക്കുന്ന അവയിലെ കള്ളങ്ങൾ താരതമ്യം ചെയ്ത് ആലോചിച്ച് സത്യത്തിന്റെ സമീപത്തെത്താൻ വേണ്ടിയാണ്. അപ്പോൾ വാർത്തകളിൽ നിന്ന് സത്യം കണ്ടെത്തുക ശ്രമകരമായ പ്രവൃത്തിയാണോ? നമ്മുടെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കറിയില്ല ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ കോഴിയും കിഴവിയിലെ ചോദ്യമാണ്. ഈ വൃദ്ധ ഗ്രാമീണ നന്മയുടെ പ്രതീകമാണ്. അപ്പോൾ മത്തായി ഉണ്ടോ ഈ കൂട്ടത്തിൽ? അവനോടൊന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ച് വടക്കേതിലൊന്ന് കൊണ്ടുപോകാൻ, ഞാൻ അവിടെ കിടന്ന് ചത്തോളാം, നന്ദി കെട്ട വംശത്തിൻ്റെ കൂടെ കഴിയാൻ മേല. ഇത് ചങ്കുറപ്പുള്ള അമ്മയാണ്, മത്തായിയുടെ അമ്മ. അതായത് നന്ദികേട് കാണിച്ച മത്തായി മകനായിട്ട് പോലും അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവനെ സ്നേഹിക്കാനും അവൻ അംഗീകരിക്കാനും, മകനായിരുന്നിട്ട് പോലും. അപ്പോൾ അവൻ്റെ തെറ്റ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നു. തമ്പ്ര ഏനു നെല്ലുകൂലി മതി, ചക്രം വേണ്ട, അരിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചിട്ട് ദിവസം 10, കോരൻ്റെ അച്ഛൻ. ഇപ്പോൾ കർഷക തൊഴിലാളിയായ കോരൻ്റെയും പിതാവിൻ്റെയും ജീവിതാനുഭവങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കർഷകരുടെ അനുഭവം. അത് നമുക്ക് എഴുതാവുന്ന ഒരു ചോദ്യമാണ്. അമ്മയുടെ എഴുത്തുകളെല്ലാം അമ്മയായി തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നിർമ്മിച്ച അമ്മ തൻ ബിംബ ആദിത്യശാലയിൽ ശോഭനം, ഭാഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാതൃഭാഷയെ മാറ്റി മറ്റൊരു ഭാഷയെ സ്വീകരിച്ച് നമ്മൾ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താനെന്ന് വള്ളത്തോൾ. ഈ 2 കവിതയുടെ ആശയം പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഉത്തരമായി. പിന്നെ 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ 2 എണ്ണത്തിന് ഒരു പുറം വീതം ഉത്തരം എഴുതുക. ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റിയതുപോലെ അയാൾക്ക് തോന്നി. എൻ്റെ കണക്കലൊക്കെ തെറ്റിയിലോ മൂപ്പരെ. അപ്പോൾ ഇവിടെ ചാക്കുണ്ണി എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് ആ പാഠത്തിൽ നിന്ന് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ചോദ്യം വരാം. ഇനി അമ്മത്തൊട്ടിൽ എങ്ങനെ കൊണ്ടിറക്കേണ്ടു? സ്വയം ബുദ്ധികെട്ട് കരിന്തിരി ആളുക. കരിന്തിരി എന്നുള്ള പ്രയോഗം എങ്ങനെയാണ് പിരിക്കുന്നത്? കരിം പ്ലസ് തിരി. അതായത് അമ്മയ്ക്ക് ബുദ്ധി ഓർമ്മ കുറയുന്നത് വരെ, അതാണ് കരിന്തിരി ആളുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗം വന്ന് ഓർമ്മ നശിക്കുന്നത് വരെ അമ്മ കോവിലിൽ കൊണ്ടുപോകണമെന്ന് പറയുമായിരുന്നു. ഇവൻ കൊണ്ടുപോയിട്ടില്ല മകൻ. വൃദ്ധമാതാവിനെ മക്കൾ പട്ടിക്കൂട്ടിൽ അടച്ചു, അത് പത്രവാർത്ത. ഇത് 2 വിശകലനം ചെയ്തിട്ട് വാർദ്ധക്യത്തിന് കരുതലേകാം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസത്തിന് ഹെഡിങ് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ സമയം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. സമയത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാഠഭാഗങ്ങളെല്ലാം നന്നായിട്ട് വായിക്കുക. പഠിച്ച എല്ലാ പാഠഭാഗങ്ങളുടെയും വീഡിയോ നന്നായിട്ട് കാണുക. ടെക്സ്റ്റ് ബുക്ക് ഭംഗിയായി വായിക്കുക. അതും വച്ച് വേണം നിങ്ങൾ വീഡിയോ കാണാൻ. അത് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എഴുതി നിർത്താൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിന് എഴുതേണ്ട രീതിയൊക്കെ നേരത്തെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ശ്രദ്ധിക്കണം. 1 മാർക്ക് ചോദ്യത്തിന് 1 മിനിറ്റ് മാത്രമേ എടുക്കാവൂ. ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ടൈമിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് 1.5 മണിക്കൂറിൽ സമയം കിട്ടിയില്ല എന്നൊരു പരാതി മലയാളം പരീക്ഷയ്ക്ക് വരരുത്. സമയം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മളാണ് ശ്രദ്ധ കൊണ്ട് സമയം കൂട്ടുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.